അവയവ തട്ടിപ്പിൽ കോട്ടയത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. വാഴൂർ പുളിക്കൽ കവല സ്വദേശി മായയുടെ വീട്ടിലാണ് പരിശോധന. അവയവദാനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് ഇഡി ചൂണ്ടിക്കാട്ടുന്നു. ജോസി ബാബു വിവരം നൽകും. ജോസി, മായയ്ക്ക് എന്താണ് ഇതിൽ പങ്ക്? അജിംസ്, അവയവദാനം അതോടൊപ്പം മനുഷ്യക്കടത്തടക്കമുള്ള വിഷയങ്ങളിൽ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയാണ് മായ. ചില സാമ്പത്തിക ഇടപാടുകൾ മായ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മായ ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുകയാണ്. ഇതിനിടെയാണ് ഇപ്പോൾ ഇഡിയുടെ പരിശോധന. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവയവദാനം അതോടൊപ്പം മനുഷ്യക്കടത്തടക്കമുള്ള വിഷയങ്ങളിൽ ചില സാമ്പത്തിക ഇടപാടുകളിൽ മായയ്ക്ക് പങ്കുണ്ട് എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതേ തുടർന്നാണ് വാഴൂർ പുളിക്കക്കവലയിലെ മായയുടെ വീട്ടിൽ പരിശോധന നടക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടി തുടങ്ങിയ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. റേഷൻ കാർഡ് അടക്കമുള്ള വ്യാജ അഡ്രസ്സുകൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതടക്കം നേരത്തെ പോലീസും കണ്ടെത്തിയിരുന്നു. എന്തായാലും പോലീസ് നിലവിൽ ഒരു കേസെടുത്തിട്ടുണ്ട്. ആ കേസിൽ ജാമ്യത്തിൽ കഴിയുകയാണ്. ഇപ്പോൾ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി ഇഡിയുടെ അന്വേഷണവും നടക്കുന്നത്. അജിംസ്.